അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയെന്നല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത്. അന്ന് ഞങ്ങൾ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത്. അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്ത് വന്ന് നിങ്ങൾ 3-4 പേര് പറഞ്ഞത് പ്രതികരിച്ചത്. അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന്. അതൊട്ടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയല്ലേ അന്ന് നടത്തിയത്. ഇപ്പൊ പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് 2 ദിവസം വൈകിയതെന്ന്. 2 ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം 2 ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല അന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ ഒരാഴ്ച കഴിയട്ടെ, ഒരാഴ്ചക്കകം നമ്മൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത്. മാം, അത് ഞങ്ങളൊരു വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുക, ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു, ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു. അതിനൊരു സാവകാശം ചോദിച്ചതിൽ എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ 2 വർഷം മുന്നേ മന്ത്രി വിളിച്ച് ചർച്ച നടത്തിയതല്ലേ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇല്ല റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. അന്ന് അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ല എന്നോ, അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ കാലഘട്ടം മാറി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാഴ്ച കഴിയിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്ന് പഠിച്ചോട്ടെ. കാരണം ശ്രീ ബാബുരാജ് അങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു. ഒരാഴ്ച കഴിയിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്ന് പറഞ്ഞു. അത് ക്ഷമിക്കുക, അങ്ങനെ പറഞ്ഞു.